ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 37-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കാം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 3-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ പലതും ചെയ്യുക അല്ലെങ്കിൽ 8-ാം വാക്യം വരെ ചെയ്യുക ഇന്നത് ചെയ്യുക എന്നുണ്ട്. അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക 4-ാം വാക്യം മാത്രം ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക. തമിഴ് ഭാഷാന്തരത്തിൽ കർത്തരുക്കുൾ മനമഹിഴ്ചയായിരുന്നു എന്ന് കാണാം. അല്ലെങ്കിൽ POC-യിൽ കർത്താവിൽ ആനന്ദിച്ചു കൊള്ളുക എന്ന് കാണാം. അപ്പോൾ കർത്താവിൽ ആനന്ദിക്കുന്നവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നൽകും. 145-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലും തൻ്റെ ഭക്തന്മാരെ ആഗ്രഹങ്ങളെ യഹോവ സാധിപ്പിക്കും എന്ന് കാണാം. അപ്പോൾ വിഷയങ്ങൾ പലതും പൊന്തി വരുന്നു. ആരാണ് ഭക്തൻ, എന്താണ് ഭക്തൻ്റെ ആഗ്രഹം എന്നൊക്കെ പൊന്തി വരുന്നു. എന്താണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ദൈവത്തെ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാ ആകാത്ത മോഹങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ മതി കിട്ടും എന്ന് പറയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. അല്ലെങ്കിൽ കൊതിക്ക് ആഗ്രഹമുണ്ട്, ദുരാഗ്രഹമുണ്ട്, ദുർമോഹമുണ്ട്, കൊതിയുണ്ട്, മലിനമോഹമുണ്ട്. ഇങ്ങനെ പലതരത്തെക്കുറിച്ച് പല ആഗ്രഹത്തുള്ള ബന്ധത്തിൽ, അഭിലാഷങ്ങളുള്ള ബന്ധത്തിൽ പല വാക്കുകൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പത്രോസ് 2:9 മലിനമോഹം എന്ന് കാണാം. 1 കൊരിന്ത്യർ 10:8 ദുർമോഹം എന്ന് കാണാം. ദുർമോഹികളാകരുത് എന്ന് കാണാം. യോഹന്നാൻ പറയുന്ന ഒരു മോഹം അല്ലെങ്കിൽ മോഹിക്കരുത്, ലോകത്തിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ പറയുന്നല്ലോ. പോകട്ടെ, അതൊന്നുമല്ല എൻ്റെ വിഷയം. യഥാർത്ഥ ദൈവഭക്തൻ എന്താണ് ആഗ്രഹിക്കുക? അല്ലെങ്കിൽ യഹോവയിൽ രസിക്കുന്നവൻ എന്താണ് ആഗ്രഹിക്കുക? എന്താണ് ദൈവം നൽകുക? എനിക്ക് അല്പം ഗൗരവമായ കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറയാനുണ്ട്. എന്താണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൽ രസിക്കുന്നവർക്കാണ് ആഗ്രഹങ്ങൾ അവൻ തരുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം മറുപടി തരത്തില്ല. ചിലപ്പോൾ ചിലർ തന്നിരിക്കും, അതിൻ്റെ അനന്തര ഫലവും നാം അനുഭവിക്കേണ്ടി വരും. 106-ാം സങ്കീർത്തനത്തിൽ നമുക്കിങ്ങനെ കാണാം. അവർ ചോദിച്ചത് അവർക്ക് കൊടുത്തു, പക്ഷേ അവരുടെ പ്രാണങ്ങൾക്ക് ക്ഷയമയച്ചു. ഒരിക്കലും ദൈവദാസൻ പറഞ്ഞത് ഓർക്കുന്നു, തൻ്റെ സ്നേഹത്തിൽ തരാത്തത് തൻ്റെ കോപത്തിൽ തരും. നാം ധരിക്കുന്നത്, നാം ചോദിക്കുന്ന എന്തും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നാണ്. 1 യോഹന്നാൻ 5:14-15 വാക്യം വായിച്ചാൽ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല, ഇവിടെയും കർത്താവ് ആഗ്രഹം നൽകുന്നത് ആരെയാണെന്ന് വ്യക്തമായി പറഞ്ഞു. യഹോവയിൽ രസിക്കുന്നവർക്ക്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് ചെറുപ്രായത്തിലല്ല, ഈ വാദത്തിൻ്റെ സായാഹ്നത്തിൽ. 25-ാം വാക്യം 37-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യം വായിച്ചാൽ ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിത സായാഹ്നത്തോടടുത്താണ് താൻ ഈ സങ്കീർത്തനം രചിക്കുന്നത്. ദീർഘ ആളുകളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് കൂടെയാണ് അവൻ്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ വരുന്നത്. അപ്പോൾ യഹോവയിൽ തന്നെ രസിച്ചാൽ അവൻ നമ്മുടെ ഹൃദയത്തെ ആഗ്രഹം എന്തായിരിക്കും അത് അവൻ തരും. മാത്രമല്ല, ഒരു വാക്യം കൂടെ ആ ബന്ധത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ കണ്ടീഷനിലാണ്. എൻ്റെ വചനം നിങ്ങളിൽ, നിങ്ങൾ എന്നിൽ,
അല്ലെങ്കിൽ ദൈവവചനം നമ്മിൽ, നാം കർത്താവിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പറയുന്നു 37 സംഘത്തിൽ പറഞ്ഞത് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, കർത്താവിൽ ആനന്ദിക്കുക. ഫിലിപ്പിയർ പൗലോസ് എപ്പോഴും പറയുന്ന ഒരു പദമുണ്ടല്ലോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ സന്തോഷിക്കുന്ന തൻ്റെ ഭക്തൻ എന്തായിരിക്കും ആഗ്രഹിക്കുക? ഇന്ന് ലോകർ ചിന്തിക്കുന്ന പോലെയാണോ? ഇന്ന് പൊതുവേ കാണുന്നത് ലോകത്തിലെ ഔന്നത്യം, ലോകത്തിൻ്റെ സ്ഥാനം, ലോകത്തിൻ്റെ മാനം, ലോകത്തിലെ ബഹുമാനം, മറ്റു വാക്കിൽ സമ്പത്ത്, ബാങ്ക് ബാലൻസ്, മനുഷ്യരെ ബഹുമാനിക്കുക, ഉന്നത പദവികൾ, ആഡംബര ജീവിതം, ആധുനിക സുഖസൗകര്യങ്ങളെല്ലാം ഇതിനു വേണ്ടിയാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. മറ്റു വാക്കിൽ പറഞ്ഞ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക്, അല്പം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അതിലും കൂടുതലേക്ക്, അല്പം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അതിലും കൂടുതലേക്ക്, ഇങ്ങനെ ദുരാഗ്രഹങ്ങൾ വർദ്ധിച്ച് 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 പോകുന്നതല്ലാതെ എൻ്റെ കർത്താവ് തന്നത് മതി എന്ന് ചിന്തിക്കുന്ന മനോഭാവം നമ്മളിൽ പലരിലും ഇല്ല. മാത്രമല്ല ഉപദേശക്കാർ എന്ന് പറയുന്നവർ ഒന്ന് പഠിപ്പിക്കുന്നതാണല്ലോ. അങ്ങോട്ട് ചോദിച്ചേരെ. യോങ്കിജോയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, 4th ഡയമെൻഷൻ, വിശ്വാസത്തിൻ്റെ അത്ഭുതരേഖ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന് ആ ബ്രാൻഡ് പറഞ്ഞ്, പേര് പറഞ്ഞ് ദൈവത്തിനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചോണം. അത് വേദവാക്യമാക്കി കൊണ്ടുനടക്കുന്ന ആയുധങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം എന്ത് പറയുന്നു? എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന സംഗതിയിൽ നാം വായിച്ചു. അപ്പോൾ എന്താണ് ഭക്തന്മാരുടെ ആഗ്രഹം? മറ്റു വാക്കുകൾ പറഞ്ഞാൽ കർത്താവിൽ ആനന്ദിക്കുന്ന ലക്ഷണം എന്താ? കർത്താവിലെ സന്തോഷമുള്ളവൻ, കർത്താവിൽ ഉല്ലസിക്കുന്നവൻ, അവൻ എന്തിനു വേണ്ടി ആഗ്രഹിക്കുക? ഭൗമികമായ വളർച്ചയ്ക്കോ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കോ? അതോ അവൻ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുക? വേദപുസ്തകത്തിൽ തന്നെ ഭക്തന്മാരിൽ ചിലരെ എണ്ണപ്പെട്ട, അറിയപ്പെട്ട, ചരിത്രം സൃഷ്ടിച്ച ചില ഭക്തന്മാരുടെ ജീവിതങ്ങൾ നാം നോക്കിയാൽ, അവരുടെ ആഗ്രഹങ്ങൾ വിലയിരുത്തിയാൽ, വാസ്തവത്തിൽ നാമും ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കിയാൽ നാം ലജ്ജിച്ചു. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളും അവരാഗ്രഹിച്ചതും, അവർ മാത്രമല്ല ചരിത്രം സൃഷ്ടിച്ച മറ്റു കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരായ മനുഷ്യർ, കർത്താവിൽ ആനന്ദിച്ചെന്നവർ, കർത്താവിലെ ആനന്ദം അനുഭവിച്ചിരുന്നവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ, നാം ശ്രദ്ധിച്ചാൽ, ഇന്ന് നമ്മുടെ അവസ്ഥയോർത്ത് നാം ലജ്ജിച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൽ തന്നെ രസിച്ച, അല്ലെങ്കിൽ വചനം ഉള്ളിൽ വന്ന് അതിൽ തന്നെ നിലനിന്ന പല ദൈവാസന്മാരെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. അവരൊക്കെ എന്തായിരിക്കും ആഗ്രഹിച്ചിരിക്കുക? എല്ലാവരെയും ഒന്നും എനിക്ക് വിവരിക്കാൻ പറ്റുകയില്ല. എന്നാലും ചുരുക്കം ചില പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് ദൈവവചനത്തിൽ നോക്കാം. ഈ 37-ാം സംഗീതത്തിനും എഴുതിയ ദാവീദ് തന്നെ, അത് ക്രോണോളജിക്കൽ ഓർഡർ അല്ല, എന്നാലും ദാവീദിൻ്റെ ജീവിതം നമുക്കൊന്ന് ഒന്നെടുത്തു നോക്കാം. വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ കൂടുതൽ എഴുതിയിട്ടുള്ളത് ദാവീദാണല്ലോ. അപ്പോൾ ദാവീദ് അതിന് മിക്കവാറും പലതിലും ഉണ്ട്, എങ്കിലും ചിലതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് മാത്രം നമുക്ക് ഒന്ന് നോക്കാം. ദാവീദ് എന്ത് ആഗ്രഹിച്ചു? ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ആടിനെ മേയിച്ചിരുന്ന കാലത്തും അവൻ്റെ അനുഭവമുണ്ട്. അല്ലെങ്കിൽ അന്നും കർത്താവിനോടുകൂടെ അവനെക്കുറിച്ച് ശൗലിന് ആദ്യമായിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരു മനുഷ്യൻ പറഞ്ഞത്, ശമൂലിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, ഇശായിയുടെ മക്കളിൽ ഞാൻ ചെറുപ്പക്കാരനെ കണ്ടൊരു കിന്നരവായിൽ നിപുണനായ ഒരുത്തനെ എനിക്കറിയാം. അവൻ പരാക്രമശാലിയാണ്, സുന്നേത്രനാണ്,
കോമള രൂപിയാണ്, മാത്രമല്ല യഹോവയും അവനോടുകൂടി ഉണ്ട് എന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്, യഹോവയും അവനോടുകൂടി ഉണ്ട്. അപ്പോൾ അന്നേ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ കർത്താവ് കൂടുള്ള അല്ലെങ്കിൽ കർത്താവിൽ സന്തോഷിച്ച, കർത്താവിൽ ആനന്ദിച്ച ഒരു ചെറുപ്പക്കാരൻ. മാത്രമല്ല ആ കാലത്തും മറ്റു ചില കാര്യങ്ങളോട് ദാവീദിന് പറയാണ്ടായിരുന്നു. ആപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ശൗലിന്റെ മുന്നിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരിക്കലൊരു സിംഹവും മറ്റൊരിക്കലൊരു കരയും വന്നു, ആടിനെ ആക്രമിച്ചു. ഞാൻ എന്നെ ആടിനെ പിടിച്ചു, എൻ്റെ നേരെ തിരിച്ചു വന്നപ്പോൾ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്ന് ദാവീദ് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടല്ലോ. ആ ദാവീദ് അപ്പോൾ ചാരമം മുതലേ എന്തായിരുന്നു ദാവീദിൻ്റെ ആഗ്രഹം? ഒന്ന് രണ്ട് വാക്യം മാത്രം ഞാൻ ഓർപ്പിക്കാം. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. നോക്കണം അവൻ്റെ ആഗ്രഹം. സങ്കീർത്തനങ്ങൾ പലതിലും ഉണ്ട്, ഇത്ര വ്യക്തമായി ഇതാ പറയുന്നത്. ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നത്. വൺ തിങ്, ഒരു കാര്യം എന്താണ്? എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം, യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുസ് മുഴുവൻ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. എന്താ അവൻ്റെ ആഗ്രഹം? യഹോവയുടെ മനോഹരത്വം കണ്ണുകൊണ്ടാണല്ലോ മനോഹരത്വം. എൻ്റെ കണ്ണുകളിൽ അവൻ്റെ സൗന്ദര്യം മാത്രം, എൻ്റെ ചിന്തയിൽ അവൻ്റെ കാര്യങ്ങൾ മാത്രം, എൻ്റെ സഹവാസം അവൻ്റെ സന്നിധിയിൽ മാത്രം. ഇതാ ദാവീദ് ആഗ്രഹിച്ചു. 14-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞായിരുന്നു, നീ എൻ്റെ കർത്താവാണ്, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, എനിക്ക് നീ അല്ലാതെ ഒന്നുമില്ല. എത്ര ധൈര്യമായിട്ടാണ് ദൈവത്തോട് പറയുന്നത്. അത് മാത്രമല്ല 63-ാം സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞല്ലോ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തേ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, വെള്ളമില്ലാതെ ഉണങ്ങുവൻ്റെ ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. നോക്കണം, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, വേറൊന്നും അവന് വേണ്ട. 1-ാം വാക്യം, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചത് ഒക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ശേഖരിച്ചത് കൂടെ ടൺ കണക്കിന്, അതിൻ്റെ കണക്ക് അവിടെ പറയുന്നുണ്ട്. 28-29 അധ്യായങ്ങൾ, ടൺ കണക്കിന്. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, എൻ്റെ സ്വന്തം പ്രൈവറ്റ് നിക്ഷേപം, സ്വന്തം ബാങ്ക് ബാലൻസ് എനിക്കായിട്ടൊരു അല്പം വെച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കുന്നു. എന്തു നിമിത്തം? എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം. എന്നാ ദൈവത്തിനുള്ളത് നിന്ന് എങ്ങനെയും കൈയിട്ട് വരാമോ എന്ന് നോക്കുന്ന അവൻ്റെ നാമം ഉപയോഗിച്ച് കൈയിട്ട് വാരി ഈ ലോകത്തിൽ സമ്പന്നന്മാരും മിടുക്കന്മാരും ആകുന്ന കാലത്തല്ലേ നാം ജീവിക്കുന്നേ. ഇവിടെ ഒരു മനുഷ്യൻ പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പ്രിയ നിമിത്തം ഞാൻ എൻ്റെ സ്വന്തം ഭണ്ഡാരം കൊടുക്കുന്നു, എനിക്ക് പ്രൈവറ്റിന് ഒന്നും വേണ്ട. ഒന്ന് ചിന്തിക്കണേ. കർത്താവിൻ്റെ സന്നിധി, കർത്താവിനെ വലുതായി കാണുന്ന, കർത്താവിൻ്റെ സന്നിധി വലുതായി കാണുന്ന, യവനെ ധ്യാനിക്കുന്ന വലുതായി കാണുന്ന, അവന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ കർത്താവിൽ രസിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, കർത്താവിൽ ആനന്ദിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഇതായിരിക്കും. അല്ലെ, മണ്ണിൻ്റെ കാര്യങ്ങളല്ല. ദാവീദിന് വളരെ മുൻപ് ഇതുപോലെ ദൈവസ്ഥാനത്തിൽ ആഗ്രഹിച്ച ഒരു ഭക്തൻ്റെ കാര്യം നമുക്ക് നോക്കാം. ചില്ലറക്കാരനൊന്നുമല്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യത്തിൽ 13 മുതൽ 12 വരെ വായിക്കണം. നോക്കിയാൽ മോശയുടെ ഒരാഗ്രഹം അവിടെ കാണാം. മിസ്രൈമിലെ സകല ജ്ഞാനം ഓഫീസിച്ച് വാക്കിലും പ്രവൃത്തിയിലും നിപുണനായി തീർന്ന മോശ സ്വാഭാവികമായി ഫറവോന്റെ സിംഹാസനം അവനുള്ളതായിരുന്നു. പക്ഷേ അവിടുന്ന് പുറത്തു വന്നു,
ദൈവം മറന്നില്ല. 40 വർഷം ആട് മേയിച്ച മരുഭൂമിയിൽ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഹോരേബിൽ വെച്ച് അവൻ്റെ ദർശനം ഉണ്ടാകുന്നു. ഒരു കാഴ്ച അവൻ കണ്ടു. കത്തുന്ന ഉൾപ്പെടപ്പ് കരിഞ്ഞു പോകുന്നില്ല. അവിടെ ഒരു ശബ്ദം അവൻ കേട്ടു. അതവൻ്റെ ജീവിതത്തെ മുற்றிലും മാറ്റി. ബാക്കി ശേഷം ചരിത്രം. അപ്പോൾ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിലെ താമസക്കാലത്ത് ഏതാണ്ട് അവൻ്റെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആദ്യ വർഷത്തിൻ്റെ പകുതിയെങ്കിലും ആയി കാണും ഈ സംഭവം നടക്കുമ്പോൾ. 10 കൽപ്പന അവർക്ക് ദൈവം സീനായിൽ ഇറങ്ങി വന്നു. അവരോട് ഉടമ്പടി ചെയ്തു, അവർക്ക് കൽപ്പന കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ദൈവം മോശെ പർവ്വതത്തിലേക്ക് വിളിച്ചു. 40 ദിവസം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും പർവ്വതത്തിൽ ഇരുന്നു. ദൈവിക പദ്ധതി അവന് വെളിപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പോൾ താഴെ ഇസ്രായേൽ കാളക്കൊട്ടിയെ ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് മോശ വന്നു, കൽപ്പലക പൊട്ടിച്ചു. ഇസ്രായേലിനെ ആപ്പാടെ ഇസ്രായേലിൽ ഒരു സംഹാരം നടത്തി. അതൊക്കെ പുറപ്പാട് ദിവസവും 32-ാം അധ്യായത്തിൽ കാണും. 33-ാം അധ്യായത്തിൽ മോശ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല, ദൂതനെ അയക്കാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ അവിടെ പക്ഷപാതം ചെയ്യുന്നത് കാണാം. പ്രധാനമായിട്ട് 3 വാക്കുകളാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് മോശ പ്രാർത്ഥിച്ചത്. 13-ാം വാക്യത്തിൽ നിന്റെ വഴി എന്നെ കാണിക്കണമേ. അതിന് താഴോട്ട് വരുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളോട് പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നയിക്കരുതേ. നിന്റെ വഴി നിന്റെ സാന്നിധ്യം അതിലും ബലവുമായി. 15-ാം വാക്യത്തിൽ വരുമ്പോൾ മോശ ഒരു കടന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്താണ്? നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. പച്ചയ്ക്ക് നിന്റെ മോഹം എനിക്ക് കാണണമെന്ന് പറഞ്ഞില്ല മോശ, പക്ഷേ അത് ദൈവത്തിനറിയാം അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു. നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. ഒരു വല്ലാത്ത പൂതിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ദൈവം കോപിച്ചോ? ഇല്ല. നാം ആണെങ്കിൽ ആ പാടെ വയലൻ്റ് ആയതിനെ. ദൈവം ഉടനെ പറഞ്ഞ മോശേ, എൻ്റെ മോഹം നിനക്ക് കാണാനൊക്കെയില്ല. എൻ്റെ മോഹം കണ്ടാൽ നീ ജീവിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നിനക്ക് കാണാവുന്നിടത്തോളം ഞാൻ നിന്നെ കാണിക്കാം. പ്രിയമുള്ളവരെ, ഭക്തൻ്റെ ആഗ്രഹം നോക്കുക. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുമെന്ന 145-ാം സംഘത്തിൽ നാം വായിച്ചല്ലോ. എന്താണ് ഭക്തൻ്റെ? എനിക്ക് നിന്റെ മോഹം കാണണം. ദാവീദിന്റെ കാര്യം നാം ചിന്തിച്ചു, അവിടെ മനോഹരത്വം കാണണം. ഇവിടെ മോശ എന്താണ്? അതിനു മുൻപേ ദാവീദിന്റെ ആഗ്രഹ പ്രകടനത്തിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മോശ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു, കർത്താവേ നിന്റെ തേജസ് എനിക്ക് കാണണം. നിന്റെ തേജസ്, നിന്റെ വഴി, നിന്റെ സാന്നിധ്യം, നിന്റെ തേജസ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ഇതാഗ്രഹിക്കുന്നോ? ഇതാഗ്രഹിക്കാൻ നമുക്ക് നേരമുണ്ടോ? ആഗ്രഹിക്കാൻ പോട്ടെ, വിദൂരമായിട്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരമുണ്ടോ? വലിയ അവകാശവാദങ്ങൾ പറയും. കർത്താവേ നിന്റെ തേജസ് എന്നെ കാണിക്കണം. അത് കടന്ന ആഗ്രഹമാണോ? അല്ല, കാണിക്കാൻ ദൈവം തയ്യാറുമാണ്. അതാ ഞാൻ പറഞ്ഞ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിളിച്ചിറക്കിയ കർത്താവിനോട് ഏറ്റവും അടുത്ത് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തെ നിവർത്തിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ ആത്മാർത്ഥമായിരിക്കണം, അതായിരിക്കണം, അതിൽ ദുരുദ്ദേശമരുത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ച എത്രയോ ഭക്തന്മാർ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും തങ്ങളെ തന്നെ ഒഴിഞ്ഞു വെച്ച് മറ്റെല്ലാം മാറ്റി അതിനു വേണ്ടി തനിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ മാതിരി അവർ അനുഭവിച്ച ചരിത്രം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അവൻ്റെ സാന്നിധ്യം അപ്പോൾ മോശയ്ക്ക് ആദ്യത്തെ 2 കാര്യം അപേക്ഷിച്ചിട്ടാണ് മോശ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചത്. 1 നിന്റെ വഴി, 2 നിന്റെ സാന്നിധ്യം. നിന്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന, ദൈവത്തിൻ്റെ വഴി അറിഞ്ഞെങ്കിലേ അത് നടക്കുള്ളൂ. ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കട മോശ ആഗ്രഹം പ്രകടിച്ചപ്പോൾ എത്ര സന്തോഷത്തോടെ ദൈവം അത് അനുഭവിച്ചു. സാന്നിധ്യം പോട്ടെ, അല്ല തേജസ് പോട്ടെ, സാന്നിധ്യം നാം കാണുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുവോ?
സാന്നിധ്യം പോട്ടെ, നിന്റെ വഴി വേണമെന്ന് പറയുന്നോ? ഇന്ന് ഞാൻ എൻ്റെ വഴി എന്നല്ലേ, ഞാൻ എൻ്റെ വഴി വേണമെങ്കിൽ ആ വഴിയെ ദൈവം വന്നോണം എന്ന് പറയുന്ന കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. കർത്താവേ, നിന്റെ വഴി എന്നെ കാണിക്കണം. തിരുസാന്നിധ്യത്തോട് വേണം. മോശയുടെ കൂടെ അപ്പോഴും ലക്ഷക്കണക്കിന് ആളുണ്ട്. ലക്ഷം, ഇന്നത്തെ ഭാഷയിൽ ലക്ഷം പിന്നാലെ. അവരല്ല, ഇതൊന്നും അവൻ വിഷയമല്ല, അവനത് കാര്യമില്ല. ആ കാരണം ദൈവ വഴിയും ദൈവ സാന്നിധ്യവും കൂടില്ലെങ്കിൽ ഈ ലക്ഷം പിന്നാലെ ഉള്ളതൊക്കെ വെറുതെ. ഇന്ന് അതിന് ഈ കാലത്ത് സംഘടനാ ബലത്തിൽ ഊറ്റം കൊള്ളുന്നവരാണല്ലോ ഭൂരിപക്ഷവും. വലിയ സംഘടന പലരും പറയാറുണ്ട്, വിശ്വാസികളെ മറ്റൊരു സഭയിൽ നിന്ന് വേറെ സഭയിലോട്ട് ആകർഷിക്കാൻ, ചാക്കിടാൻ നടക്കുമ്പോൾ വല്ല ഉപയോഗിക്കുന്നില്ല. വലിയ സംഘടന, കെട്ടുറപ്പുള്ള സംഘടന, അടിസ്ഥാനമുള്ള സംഘടന. എവിടെ എല്ലാം കിടന്ന് തമ്മിൽ തല്ലി നിത്യതയെ കൊണ്ടെത്തിക്കാൻ അത് ഉതകുമോ? അത് ചിന്തിക്കുന്നില്ലല്ലോ. മാത്രമല്ല, മോശ ആ പ്രാഴ്ച ആ വാക്യം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യം മുതൽ അവസാനം വരെ വായിച്ചാൽ, ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് പ്രയോജനപ്പെടും. മനസ്സിരുത്തി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അത് ആഗ്രഹിച്ചാൽ വേറൊന്നും വിഷയമല്ല. 40 വർഷം അത് കഴിഞ്ഞ് ഞാൻ 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ചല്ലോ. വേറൊരു ശ്രദ്ധേയമായ കാര്യം കൂടെയുണ്ട്. ഇന്നത്തെ കണക്ക് നോക്കിയാൽ, ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ, മോശയുടെ അവസാനം 40 വർഷത്തിന് ശേഷം പിസ്കയുടെ മുകളിൽ അവൻ നിൽക്കുകയാണ്. ഇന്നത്തെ രീതി വെച്ച് നോക്കിയാൽ അവിടെ വെച്ച് മോശ മരിച്ചു, ആരുമില്ല ശവടക്കാൻ. അല്ലെങ്കിൽ വലിയ ദയനീയമായി പോയി. ഇന്ന് പറഞ്ഞതിനെ, അയ്യോ ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഒരു കുഞ്ഞും തിരിഞ്ഞു നോക്കാനില്ല. ഒറ്റ ഇസ്രായേൽ മക്കളും അക്കൂട്ടത്തില്ലായിരുന്നു. പക്ഷേ അവൻ ആരുടെ തേജസ് ചോദിച്ചോ, കാണണമെന്ന് ആഗ്രഹിച്ചോ, കാണിക്കാവുന്നിടത്തുള്ളവനെ കാണിച്ചോ. ആ ആള് ആ മുഖം കണ്ട്, എൻ്റെ ഭാഷയാണ്, ആ മുഖം കണ്ട് ആ പാദത്തിൽ അവൻ വീണു, പ്രാണനെ വിട്ടു. അവനോട് ചേർന്നു. മാത്രമല്ല, ദൈവം അവൻ്റെ ശവസംസ്കാരം നടത്തി. ഒരു മനുഷ്യൻ്റെ അടക്കം ദൈവം നടത്തിയ ഏക സംഭവം. പ്രിയമുള്ളവരെ, അവൻ്റെ ആഗ്രഹം വ്യർത്ഥമായോ? നിന്റെ തേജസ്സിനെ കാണിക്കണം. ഒരുപക്ഷേ ഞാൻ ആ പുസ്തകത്തിൽ തെളിവില്ല, ഒറ്റ മണിക്കൂർ കൊണ്ടുണ്ടായ ആഗ്രഹമായിരിക്കില്ല. നാളുകൾ കർത്താവിനെ മനസ്സിലാക്കിയതിൽ നിന്നാണ് മോശയ്ക്ക് ആഗ്രഹം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കോ എന്താ നാം ആഗ്രഹിക്കുന്നത്? നാളുകൾ അവൻ ആഗ്രഹിച്ചു, അതിന് കാത്തിരുന്നു. അത് വെളി വന്നു, സമയം വന്നപ്പോൾ ദൈവം സ്വാധിപ്പിച്ചു. ഇതുപോലെ ആഗ്രഹിക്കാൻ നമുക്ക് പറ്റുമോ? ഇന്ന് എന്തുമാത്രം കാര്യങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ. പ്രിയമുള്ളവരെ, ഇത് ആഗ്രഹിക്കാമോ? യഹോവയിൽ തന്നെ രസിക്കുന്നവൻ ഇതേ അവൻ ആഗ്രഹിക്കാനുള്ളൂ. മാത്രമല്ല, 71-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ ആസാഫ് ഒരു കാര്യം പറയുന്നുണ്ട്. ആസാഫും ചില്ലറക്കാരനല്ലല്ലോ. ദാവീദിന്റെ കാലത്ത് സംഗീത വിഭാഗത്തിന് തലവനായിരുന്നല്ലോ. ബലപ്പെട്ട കനപ്പെട്ട പല സങ്കീർത്തനങ്ങളും ആസാഫ് എഴുതിയിട്ടുണ്ടല്ലോ. അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലും എനിക്ക് നീ മതി, നിന്നെ മാത്രം. അല്ലെങ്കിൽ അവൻ്റെ ആ സങ്കീർത്തനത്തിൽ തന്നെ അവനുണ്ടായ പരാജയം അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് അവസാനം പറയുന്നത്, കർത്താവേ, എനിക്ക് നീ മതി, നീ മാത്രം. ഇപ്പോൾ പരാതിയല്ല. ദൈവസേന വന്നപ്പോൾ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും നാം ആഗ്രഹിച്ചാൽ പോക്ക. ഇന്ന് അതല്ലേ കാണുന്നേ. കർത്താവ് ഒഴിച്ച്, അവൻ്റെ ഓർത്ത ഒഴിച്ച്, അവൻ്റെ സാന്നിധ്യം ഒഴിച്ച്, അവൻ്റെ തേജസ് ഒഴിച്ച് ബാക്കിയെല്ലാം ചവറെല്ലാം പോരട്ടെ, എല്ലാം പോരട്ടെ.
അത് വാരിക്കൂട്ടാനല്ലേ നാം ബന്ധപ്പെടുന്നേ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അതല്ലേ. മാത്രമല്ല, ആ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് അവസാനത്തെ വാക്യം 28-ാം വാക്യം അവനിങ്ങനെ പറഞ്ഞു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും മன்னிക്കേണ്ടതിന് യഹോവയായ കർത്താവിനെ ഞാൻ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും മன்னிക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നോക്കണേ, ആസാവ് ഇപ്പോൾ തിരഞ്ഞെടുത്തു, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് നീ മതി. ചില പാട്ടുകൾ ചിലർ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. പാട്ട് പാടുന്നത് തെറ്റല്ല. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാലും വരുന്നൊരു നല്ല ഗാനമുണ്ടല്ലോ. പണ്ട് ഒരു തമിഴ് പാട്ട് നിന്ന് ജോൺ എന്ന് പറഞ്ഞ ആളാണല്ലോ അത് മലയാളത്തിലാക്കിയത്. ഇപ്പോൾ ചില പുള്ളികൾ പാടുന്ന കാണുമ്പോൾ എനിക്ക് ചിരി വരും. വല്ല വിദൂര ബന്ധമുണ്ടായിട്ടാണ് അത് പാടുന്നത്. ഞാൻ കാപട്യമല്ലേ കാണിക്കുന്നേ. മയാസുഖം കേത്തലെ സകലമായ മായയും അനുഭവിച്ചിട്ട് മായയുടെ പിന്നാലെ പോയിട്ടാണ് പറഞ്ഞത് മയാസുഖം വിട്ടാൽ മതിയെന്ന്. ഒന്ന് ശാന്തമായി ചിന്തിക്കുക. സ്വയം വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവജനം മാറിപ്പോകുന്നു. ഇപ്പോൾ 3 വക്കന്മാരുടെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ യഹോവയിൽ തന്നെ രസിക്കുന്ന, കർത്താവിൽ തന്നെ അന്നം കണ്ടെത്തിയ 3 പേരുടെ അനുഭവം ഞാൻ ചുരുക്കി പറഞ്ഞു. ഇനി ഒരാളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒരു 7 പേരെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാണ് ഇനിയും ചിലരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിന്നെ അല്ലാതെ, കർത്താവിനെ കൂടാതെ നാം ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ പദവികളോ സമ്പത്തോ മണിമന്ദിരങ്ങളോ മുന്തിയ കാറുകൾ വാങ്ങാനോ മുന്തിയ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ നാം ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവില്ലാതെ എല്ലാം ആഗ്രഹിച്ചാൽ നമ്മുടെ കാര്യം പോക്കാം. കാരണം ഇതെല്ലാം അനുഭവിച്ച ഭക്തന്മാരാണ് പറയുന്നത്. മോശ മിസ്രയീമിലെ സകല സുഖവും അനുഭവിച്ചവനാ. ദാവീദ് അതുപോലെ. ആസാഫും ചില്ലറക്കാരനല്ലല്ലോ. പക്ഷെ അവർ പറയുന്നത് എല്ലാം പറയുന്നത് എനിക്ക് നീ മതി, നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ വേറെ മറ്റു പലതും ആഗ്രഹിച്ച് സുഖത്തിൽ ചെന്ന ദൈവത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവനെ സന്തോഷിക്കുന്നത് നടക്കത്തില്ല. നമുക്ക് പറയാമോ, അവനെ മാത്രം, കർത്താവേ നിന്നെ മാത്രം. ഞാൻ ആരംഭം അതിൽ പറഞ്ഞ പോലെ ഒരു വലിയ സമൂഹം, സാക്ഷികളുടെ എത്ര വലിയ സമൂഹം, ദൈവമുഖത്തെ അന്വേഷിച്ച, ദൈവ തേജസ്സിനെ അന്വേഷിച്ച, ദൈവ സാന്നിധ്യം അന്വേഷിച്ച, ദൈവമായത് മാത്രം അന്വേഷിച്ച ഒരു വലിയ സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. അവർ നമ്മെ പോലെ ചോരയും നീരുമുള്ള മനുഷ്യർ തന്നെയായിരുന്നു. ഇന്നും അങ്ങനെ പലരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവ സാന്നിധ്യം അന്വേഷിക്കുന്ന, ദൈവത്തെ തേടുന്ന വിശുദ്ധന്മാർ ഭൂമിയുടെ പല ഭാഗങ്ങളിലുണ്ട്. പക്ഷേ അവർ ലോകം അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അവനെ മാത്രം അന്വേഷിച്ച്, യഹോവയുടെ മനോഹരത്വം കണ്ട്, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിച്ച് ആഴ്കാലം മുഴുവൻ തിരുസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമോ? മോശയെ പോലെ നിന്റെ വഴിയും നിന്റെ സാന്നിധ്യവും എല്ലാറ്റിനും വഴി നിന്റെ തേജസ്സും നിന്റെ മുഖസൗന്ദര്യവും കണ്ട് നിന്നോട് താതാത്മ്യം പ്രാപിക്കുന്ന അനുഭവമോ? ആസാവ് പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ധൈര്യമായി പറയാൻ നമുക്ക് കഴിയുമോ? ഇന്ന് ആളുകൾ അങ്ങനെ ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമുക്കതാണ് വേണ്ടത്. യഹോവയിൽ രസിക്കുന്നവന് മറ്റൊന്നും ആഗ്രഹിക്കാനില്ല. അവന് വേറൊന്നും വിഷയമല്ല. കാര്യം അവൻ കണ്ടെത്തേണ്ട സാക്ഷാൽ പൊരുളായവനെ കണ്ടെത്തി കഴിഞ്ഞു. നമ്മുടെ ഹൃദയ അഭിലാഷങ്ങൾ എന്താണ്? ശാന്തമായെന്ന് പരിശോധിക്കാം. ഞാൻ കർത്താവിന് ചോദിച്ചാൽ ഒരു വീഡിയോടെ കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനൊക്കത്തുള്ളൂ. ഇനിയും 2-3 വിശുദ്ധന്മാരെ കൂടെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് തൽക്കാലം നിർത്തുന്നു. ഒന്ന്
ഒന്ന് ചിന്തിപ്പാൻ, നമ്മെ ഒന്ന് വിലയിരുത്താൻ, നമ്മുടെ ആഗ്രഹം നാം കർത്താവിൽ രസിക്കുന്നവരോ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ, അവൻ്റെ ഇഷ്ടപ്രകാരമുള്ളതോ അതോ ലോകത്തിലെ ചവറുകളോ, ഒന്ന് ശാന്തമായി ചിന്തിച്ച് ശരിയായി ആഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയപിതാവേ, യഹോവത്തിനെ രസിച്ചുകൊള്ളുക, ഹൃദയത്തിലെ ആഗ്രഹങ്ങളിൽ നിനക്ക് തരുമെന്നുള്ള തിരുവനന്തപുരത്തെ അടിസ്ഥാനമാക്കി ഭക്തന്മാരിൽ ചിലരെക്കുറിച്ച് ചിന്തിപ്പാൻ അവർ നിങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. മോശയെ പോലെ കർത്താവെ, ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ തേജസ്സും ആഗ്രഹിച്ചു അതിനുവേണ്ടി അവൻ പ്രാപിച്ചതുപോലെ ദാവീദ് ഞങ്ങളുടെ മനോരഥങ്ങന്മാർ ഞങ്ങളുടെ മന്ത്രത്തിൽ ധ്യാനിപ്പാൻ ആയുഷ്കാലമൊക്കെ തിരുസൽ പറക്കുവാൻ ആഗ്രഹിച്ചതുപോലെ ആസാം ഭൂമിയിൽ അങ്ങേയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ആഗ്രഹിപ്പാൻ തക്കവണ്ണം, താല്പര്യപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ ദുർമോഹികളോ അതോ വിശുദ്ധമായ ആഗ്രഹങ്ങളോരോ എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.